അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അമ്മയും അച്ഛനും ലച്ചുവണ്ണനും എല്ലാവരും കൂടി ട്രിപ്പ് പോവാണ്. കുറേ നാൾക്ക് ശേഷം. ട്രിപ്പല്ല, ഒരു ദേശാടന യാത്ര, ഭക്തിമാർഗം തേടാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മളെല്ലാവരും കൂടെ പോവാണ്. നമ്മളെ ഫസ്റ്റ് ലൊക്കേഷൻ വന്നിട്ട് മറ്റേ കൊട്ടാരക്കര ഗണപതി അമ്പലമാണ്. എനിക്ക് തോന്നുന്ന എല്ലാ ഹിന്ദുക്കളും ഈ കൊട്ടാരക്കര വഴി പാസ് ചെയ്യുമ്പോൾ ഗണപതി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ജസ്റ്റ് തൊഴുവാറുണ്ട്. നമ്മളും ചെയ്യാറുണ്ട്. നമ്മളെപ്പോൾ പാസ് ചെയ്താലും ഒന്ന് ജസ്റ്റ് അവിടെ കയറി തൊഴുതിട്ട് ആണ് പോണത്. അങ്ങനെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തൊഴുത് ജസ്റ്റ് ഫ്രണ്ടിൽ നിന്നൊന്ന് തൊഴുതിട്ട് പിന്നെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഒരു പുനലൂർ ആ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുക്കാമെന്ന് വെച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങി. ഞാനൊരു ലോട്ടറിയൊക്കെ എടുത്ത് എങ്ങാനും അടിച്ചാലോ, ഞാനങ്ങനെ ലോട്ടറി ഒന്നും എടുക്കാത്ത ആളാണ്, ജസ്റ്റ് ഒന്ന് അടിച്ചാലോ എന്ന് വെച്ചിട്ട് എടുത്തതാണ്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഫ്രണ്ടിൽ ഇരിക്കാം, കാരണം എനിക്ക് വയ്യ ബാക്കിൽ ഇരിക്കാൻ. അത് വളരെ മോശമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു ഫ്രണ്ടിലിരിക്കാം എന്നുള്ളത്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ മുടി നോക്കിയപ്പോഴാണ് ഒരു മുടി ഇങ്ങനെ പൊന്തിയിരിക്കുന്നത്. കാരണം അതെന്തിൻ്റെ സൈനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി വളരുന്നു, അതിൻ്റെ സൈനാണ്. കാരണം ഞാൻ മുടി സ്മൂതൻ ചെയ്തേക്കുവാണല്ലോ, അപ്പോൾ വളരുമ്പം ഏതെങ്കിലും മുടി ഇങ്ങനെ പൊന്തിയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെയും യാത്ര തുടങ്ങി. പ്രകൃതി രമണി വന്ന് അങ്ങനെ ഞാൻ അതിനെയൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മളെ തെന്മല ആ ഒരു ഭാഗമായി. പിന്നെ ഏറ്റവും കൊല്ലത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള 13 കണ്ണറ പാലം എത്തി. അപ്പോൾ അതൊക്കെ ഞാൻ കാണാത്തവർക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരുവാണ്. അടിപൊളിയാണ് കേട്ടോ. നമ്മളെ കൊല്ലത്ത് ഇത്രയും അടിപൊളി സംഭവങ്ങളുണ്ടെന്ന് ഒക്കെ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോഴാണ്. ഞാൻ പറഞ്ഞത് ഏതാണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ യാത്ര പാസ് ചെയ്യുകയാണ്. നല്ല കിടിലം. ഞാൻ എപ്പോൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തോ അപ്പോൾ മുതൽ ഞാൻ ഉറങ്ങിയിട്ടേയില്ല. അതാണ്. പിന്നെ ആ ഒരു പാലത്തിൻ്റെ അവിടെ ട്രെയിനൊക്കെ ഇങ്ങനെ സിഗ്നലിന് വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതുവഴിയുള്ളൊരു ട്രെയിൻ എടുക്കണം എന്ന്. ആ പുനലൂർ ചെങ്കോട്ട ആ ഒരു അതിലേ കൂടെ ട്രെയിൻ പോവും. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ അതിലേ കൂടെ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ തമിഴ്നാടെത്തിയപ്പോൾ എനിക്ക് വിശന്ന്. എനിക്ക് തോന്നുന്നൊരു 9:30 ആ സമയമായി രാത്രി. അപ്പോൾ എനിക്ക് വിശന്ന്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അവർ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കഴിക്കുന്നില്ല. ലൈറ്റായിട്ട് അവർ കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ ഇഷ്ടം പോലെ ഇത് കണക്കത്തെ സാധനം, ഞാൻ ഇങ്ങനത്തെ ഒരു ഹോട്ടൽ കണ്ടിട്ടേ ഇല്ല. പിന്നെ കുറേ ഫുഡ്, നമ്മൾ ആ രസഗുള, ഗുലാബ് ജാമുൻ, അതേപോലെ തന്നെ കൊടക്കി പിടിക്കുന്നതേ. അപ്പോൾ അതേപോലെ തന്നെ കുറേ അച്ചാറുകൾ, ക്യാൻഡി, മറ്റേ സ്മൈലിയുടെ ക്യാൻഡി, മഞ്ഞ വാട്ടർമെലൻ്റെ ക്യാൻഡി ഒക്കെ. ഇതൊന്നും ഞാൻ മേടിച്ചില്ല. ഞാൻ ഷുഗർ കട്ടെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയേക്കാണ് ഡയറ്റ്, എന്താവുമെന്ന് അറിയത്തില്ല. പിന്നെ റൈസ് മിക്സ്, ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 120 രൂപ സംതിങ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചോറിൻ്റെ കൂടെ തമിഴ്നാട് സ്റ്റൈൽ കറി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ ഇഷ്ടംപോലെ അച്ചാർ, മുരിങ്ങയ്ക്ക അച്ചാർ വരെ ഞാൻ അവിടെ കണ്ട്. അത്രയ്ക്ക് ഇഷ്ടംപോലെ പല തരത്തിലുള്ള അച്ചാറും ഇഡലിപ്പൊടിയും പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കുന്ന പൊടിയും അങ്ങനെയൊക്കെ. പിന്നെ അമ്മ എപ്പോഴും ഉള്ളതാണ് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ കോഫി ഓർഡർ ചെയ്യുന്നത്. അതും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ കോഫി അടിപൊളിയാണല്ലോ. അങ്ങനെ അമ്മ അതെൻ്റെ അടുത്ത് പറയാണ്, സൂപ്പറാണ്, നീ ഒന്ന് കുടിച്ച് നോക്കാം. ഞാൻ അങ്ങനെ കുടിക്കാറില്ല കോഫിയൊന്നും. അങ്ങനെ ഞാൻ കുടിച്ച് നോക്കിയപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ അമ്മയുടെ വീഡിയോഗ്രാഫിയാണ്, അതുകൊണ്ടാണ് ടേബിളൊക്കെ കാണുന്നത്. എന്നെ ആയിരിക്കും ഷൂട്ട് ചെയ്തത്, അല്ല അമ്മ ടേബിൾ ഗ്ലാസ്സൊക്കെയാണ് അമ്മ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ ഇഷ്ടംപോലെ ഇങ്ങനെ ചമ്മന്തിപ്പൊടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് കഴിച്ച് നോക്കുവാണ്. ഒരെണ്ണം കഴിച്ച് നോക്കിയപ്പോൾ എൻ്റെ നെറുകെ കയറി. ഭയങ്കര സ്പൈസി ആയിരുന്നു. 3 തരം ചപ്പാത്തി ഉണ്ടായിരുന്നു. പിന്നെ അമ്മ ഓർഡർ ചെയ്തത് ഗീ റോസ്റ്റ്, തൊപ്പി ദോശയാണ് അമ്മ ഓർഡർ ചെയ്തത്. അപ്പം എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്ക് നല്ല വിശന്നിരുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ദോശയിൽ ഒതുങ്ങുമല്ലെന്ന്. അതുകൊണ്ട് ഞാൻ ദോശയല്ല കഴിച്ചത്, ഞാൻ മഷ്റൂം ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. അങ്ങനെ അമ്മയ്ക്ക് മറ്റേ ചമ്മന്തികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ചട്നി ഉണ്ടായിരുന്നു, മറ്റേ ടൊമാറ്റോ, പിന്നെ നമ്മളെ നോർമൽ വൈറ്റ് കോക്കനട്ട് ചട്നി ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് അമ്മയ്ക്ക് എടുത്ത് കൊടുക്കുവാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. കാരണം നമുക്കറിയാമല്ലോ ഈ തമിഴ്നാട് ആ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ദോശകളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സാമ്പാറൊക്കെ ഒഴിച്ചു കൊടുത്ത് ഞാൻ നൈസിന് എൻ്റെ വരുന്നിടം വരെ അമ്മയുടെ ഇരുന്ന് തിന്ന്. അതാണ് നടക്കുന്നത്. പിന്നെ അമ്മ അങ്ങ് ക്ഷമിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല, അമ്മയല്ലേ, അതുകൊണ്ട് ക്ഷമിക്കും, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ നൈസിന് അമ്മയുടേത് ഊറ്റുവാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ചട്നി, 3 തരം ചട്നി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. പിന്നെ എൻ്റെ ഫ്രൈഡ് റൈസ് വന്ന് കൂടെ ചട്നിന്ന് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ ടൊമാറ്റോ സോസിൻ്റെ അധികം ഫാനല്ല, ഞാൻ ചില്ലി സോസിൻ്റെ ഫാനാണ്. എന്നെപ്പോലെ എത്ര പേരുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില്ലി സോസ്. അപ്പോഴത്തേക്കും ഞാൻ
ഫ്രൈഡ് റൈസ് ഇട്ട് കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസ് അടിപൊളി ടേസ്റ്റായിരുന്നു. അമ്മ ചമ്മന്തിപ്പൊടിയുടെ കൂടെ അച്ചാറമ്മ ചമ്മന്തിപ്പൊടിയുടെ കൂടെ ഈ എണ്ണയെന്നും പറഞ്ഞ് കഴിക്കുന്നത് മറ്റേ അമ്മയ്ക്ക് വെളിച്ചെണ്ണ വേണം. അവരുടേത് മറ്റേ നമ്മുടെ എനിക്ക് തോന്നുന്നു നല്ലെണ്ണ അതാണെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് ആ എണ്ണ ഇഷ്ടമല്ല. അപ്പം അത് അമ്മ പറഞ്ഞ് വേണ്ട, ചിലപ്പോൾ പണി കിട്ടിയാലോ എന്ന് വെച്ചിട്ട് അമ്മ അത് മാറ്റി നിർത്തുവാണ്. പിന്നെ ഇതാണ്ട് എൻ്റെ ഫ്രൈഡ് റൈസ് വന്ന് ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഞാൻ ഓരോന്നായിട്ട് ആ ചേട്ടനടുത്ത് പറയാണ്, അച്ചാർ സാലഡ് ബിരിയാണി കഴിക്കുന്ന പോലെയാണ്, അച്ചാറുണ്ടോ സാലഡുണ്ടോ ഈ പാതിരാത്രി വന്നിട്ട്. അവസാനം അവരെൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ് സാലഡ് കൊണ്ടുവരാൻ അച്ചാറില്ലെന്ന്, പിന്നെ നൈസിനെ അളഞ്ഞ് കൊണ്ടുവന്നു അച്ചാർ. അങ്ങനെ തന്നെ എൻ്റെ ഫ്രൈഡ് റൈസ് കഴിച്ച് അടിപൊളി ടേസ്റ്റായിരുന്നു, കിടിലൻ ടേസ്റ്റായിരുന്നു. പിന്നെ ലച്ചുവണ്ണൻ അങ്ങനെ വെജിറ്റേറിയൻ കഴിക്കാറില്ല കേട്ടോ. പിന്നെ ലച്ചുവണ്ണൻ എനിക്ക് വേണ്ടിയിട്ട് കാരണം അത്രയും നേരം ഞാൻ വിശന്നിരുന്ന്. പിന്നെ ലച്ചുവണ്ണൻ അവിടെ നിന്ന് നൂഡിൽസ് കഴിച്ചപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു, അത് മഷ്റൂം നൂഡിൽസും. അങ്ങനെ ലച്ചുവണ്ണൻ്റെ മഷ്റൂം നൂഡിൽസും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഈ തലയാട്ടുന്ന എനിക്ക് അച്ചുവിൻ്റെ അമ്മ അച്ചുവിൻ്റെ അമ്മ സിനിമയാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഓർഡർ ചെയ്യുന്നതെന്ന് തീറ്റയുടെ കാര്യമേ ഉള്ളൂ. അപ്പോൾ അച്ചുവിൻ്റെ അമ്മ സിനിമയാണ് എനിക്ക് ഓർമ്മ വന്നത് ആ ഒരു തല കുരിക്കുന്ന സാധനം കണ്ടപ്പം. പിന്നെ കുറേ ഇങ്ങനെ കിലുക്കും, അതേപോലെ ഈ തടിയാണോ എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനത്തെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതുണ്ട പേനയും ചീപ്പും, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്തുപകാരമായിരുന്നു അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഇത് മറ്റേ കറക്കുന്ന സാധനമാണ്, എനിക്കറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഇതിങ്ങനെയല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കറക്കിയാൽ മതി. ഞാൻ കൈയൊക്കെ വെച്ച് കറക്കാൻ തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ കുറേ ഗ്ലാസ്സുകളിരിക്കുന്നു, 150 രൂപയുടെയൊക്കെ ഗ്ലാസ്. അപ്പോൾ ഞാൻ വെച്ച് നോക്കുവാണ് എന്തുവാ എനിക്കിത്, ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ചിരി വന്നു. ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അമ്മ ചിരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനമ്മ ചിരിക്കുന്നത്, എന്ത് കൊള്ളത്തില്ലേ എന്ന് ഞാൻ അമ്മ അപ്പം കളിയാക്കിയെങ്കിലും പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അമ്മ എന്തിനാണ് ചിരിച്ചതെന്ന്. എന്തൊക്കെ ഭ്രാന്താണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാനേ സത്യം പറഞ്ഞാൽ ലൊക്കേഷനിൽ ഇരുന്നിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തേക്ക് സൗണ്ട് കേൾക്കും, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം. അങ്ങനെ ഞാൻ ഓരോ ഗ്ലാസ്സുകൾ ഞാൻ ചുമ്മാ ഇട്ട് നോക്കി, മേടിച്ച് തരത്തുമില്ല, എനിക്ക് താല്പര്യവുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ചട്ടി ഉണ്ടാക്കുന്ന മൺചട്ടി പോലത്തെ കുറേ സാധനങ്ങൾ, പിന്നെ മറ്റേ സിന്ദൂരം ഇടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ എന്തോ ഭംഗിയിലാണ് അവിടെ വെച്ചേക്കണത്. പിന്നെ ഇഷ്ടം പോലെ നമ്മുടെ ആന, പിന്നെ ഗണപതി, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, അങ്ങനത്തെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മറ്റേ ഒരു സിനിമയിൽ കാണത്തില്ലേ മെറ്റാലിക് ബുള്ളറ്റ്, അതേപോലത്തെ സെയിം സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അത് കഴിഞ്ഞ് നമ്മളിതെല്ലാം കണ്ട് ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ ഡെസ്റ്റിനേഷനിലോട്ട് വിട്ട് നമ്മൾ പളനിയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ പളനി ചെന്നിട്ടുള്ള വ്ളോഗൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതുള്ളൂ, ശരി, ബായ്.